ഒരു കാര്യം ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ മറച്ചു പിടിക്കാമെന്ന് CPM-ഉം പോലീസും സർക്കാരും വ്യാമോഹിക്കണ്ട. ഈ ഒരു ചെറുപ്പക്കാരന് ഈ നാടിന് വേണ്ടിയിട്ട് ഈ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനായിട്ടുള്ള പ്രയത്നമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സമൂഹത്തിന് സംഭവിച്ചത്? ഈ കേരളത്തിലുള്ള പാർട്ടിക്കാർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ കേരളത്തിൻ്റെ കാര്യം, അതായത് ദൈവങ്ങൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പൻ്റെ കൺമുമ്പിലിരിക്കുന്ന ആ വാതിൽ പാളിയിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയി. അവിടെയുള്ള മറ്റേ ഇതിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് 40 കിലോ സ്വർണം കൊണ്ടുപോകാമെങ്കിൽ അയ്യപ്പന് വ്യവസായമായിട്ട് നോക്കുമ്പോൾ ഒന്നുമല്ല, വെറും മനുഷ്യനാണ്. അതെ, MP ആണെന്നേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ടത്, UDF പ്രവർത്തകർ പ്രകടനം നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ആക്രോശിച്ചുകൊണ്ട് UDF പ്രവർത്തകരെ വെല്ലുവിളിച്ച് ആക്രമിക്കാനും ആക്രോശം നടത്താനും തയ്യാറാകുന്ന DYFI CPM ഗുണ്ടകളെ സംരക്ഷിക്കുകയാണ്. അവരുടെ അടുത്ത് പോയി തോളിൽ കൈയിട്ട് കഥ പറയുകയാണ് DYSP. അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുകയും UDF-ന്റെ പ്രകടനം മുമ്പോട്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്യുകയാണ്. ഈ സമയത്താണ് സംഭവം അറിഞ്ഞ് രാഹുൽ ഗാന്ധി കോഴിക്കോട് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ മീറ്റിംഗ് വേളയിൽ നിന്ന് ശ്രീ ഷാഫി പറമ്പിലി MP-യും ശ്രീ പ്രവീൺ കുമാർ DCC പ്രസിഡന്റ് അങ്ങോട്ട് കടന്നു വരികയാണ്. അവിടെ വെച്ച് പ്രവർത്തകരെ സമന്വയിപ്പിച്ച് അവരെ ഈ ഒരു അക്രമം, CPM-ന് സ്വാഭാവികമായിട്ട് അക്രമം സൃഷ്ടിക്കണം. പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം ജനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് CPM ബോധപൂർവം അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനാണ് ഷാഫി പറമ്പിലും പ്രവീൺ കുമാർ അവിടേക്ക് എത്തുന്നത്. എന്നാൽ അവർ അത് ഷാഫി പറമ്പിലാണെന്ന് ബോധപൂർവം കരുതിക്കൂട്ടി അറിഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ തലക്കടിക്കുന്നു. അദ്ദേഹത്തിന്റെ തലയ്ക്ക് പൊട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മൂക്കിനടിക്കുന്നു. മൂക്കിന് 2 പൊട്ടാണ്. അടിയന്തര സർജറിക്ക് അദ്ദേഹത്തെ വിധേയമാക്കിയിരിക്കുന്നു. ഭഗവാന് രക്ഷയില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ MP ആണെന്നൊരു എന്താ പറയുന്ന ഒരു ജനപ്രതിനിധി, ഒരു 7 അസംബ്ലി നിയോജകമണ്ഡലത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ പോയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അതും അദ്ദേഹം ഇന്നലെ ഇങ്ങ് വന്ന് നേതാവായൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ പുള്ളി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. 2-3 തവണ MLA ആയി. സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള, മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ 2നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. 1, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 2, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. 3, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ശേഷം MP ആയി ഇപ്പോൾ പാർലമെൻറ്റിൽ പോകുന്ന ഒരു MP-നെ പോലീസുകാർ ലാത്തിക്കടിച്ച് മൂക്കടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ക്രമസമാധാന നിലയും നാട്ടിലെ രാഷ്ട്രീയവും സാമാന്യ മര്യാദയും രാഷ്ട്രീയ മര്യാദയും എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രതികരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. കറക്റ്റ് കിടക്കണം കേട്ടോ. ഇവിടെ മതിയേ. Security.
ഈ രീതിയിൽ ആഭ്യന്തരം പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ജനങ്ങളുടെ അവസ്ഥ? നമ്മുടെ പിള്ളേർ വിദേശത്ത് വണ്ടി കയറിപ്പോയ പോലെ ഇനി കാർന്നമ്പാനും പുറകെ പോകേണ്ടി വരും, അല്ലാണ്ട് രക്ഷയില്ല. ഒരു തുടർ ഭരണം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കേരളം ആഗതിയായി പോവും. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങൾ ഫീൽഡിൽ വാർത്താ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഒത്തിരി ആൾക്കാർ നമ്മുടെ ന്യൂസ് കേരളയിലേക്ക്, അതുപോലെ ഹാർ ഫാമിലേക്കും സഹായ ഹസ്തങ്ങൾ നമ്മൾ ചോദിച്ചു വിളിക്കാറുണ്ട്. അതായത് ക്യാൻസർ രോഗികൾ, പക്ഷാഘാതം വന്ന് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയ ആൾക്കാർ, കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അസുഖങ്ങളുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കരൾ രോഗം വന്ന ആൾക്കാർ, കിഡ്നി പോയ ആൾക്കാർ, ഹിരോഷിമ നാഗസാകിയിൽ ബോംബ് വന്ന വീണേക്കാളും കഷ്ടമായിട്ട് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും പല വീടുകളിലും ആൾക്കാർ രോഗങ്ങളുകൊണ്ട് വലയുന്നുണ്ട്. ഇതിൻ്റെ പരിഹാരം ഈ ഗവൺമെൻറ് ആരോടും ഒരു കാര്യങ്ങളും പറഞ്ഞ് ഇതിനെ സംബന്ധിച്ച് ഒരു സെർച്ചോ ഒരു പഠനങ്ങളോ കാര്യങ്ങളോ നടക്കുന്നില്ല. എന്താ സാറേ ഇതിനുള്ള പരിഹാരം? ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരണ്ടേ? ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ മരുന്ന് വ്യവസായ കമ്പനികൾക്ക് മാത്രം നിലനിൽക്കാനായിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് ഈ കേരളം മാറുമോ? നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന രണ്ട് മേഖലകളാണ്. കേരള മോഡൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡായിരുന്നു എന്ന് പറഞ്ഞിരുന്ന രണ്ട് മേഖലകളായിരുന്നു നമ്മുടെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും. ഈ ആരോഗ്യ മേഖലയുടെ ഇന്നത്തെ സ്ഥിതി ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിന് ഒരു വാലുകൂടെ ഞാൻ ചേർക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു രോഗി, അദ്ദേഹം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടി അവിടെ ഡേറ്റ് എടുത്ത് വെച്ചേക്കുവാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. അതിരമ്പുഴയെന്നാണ്, നമുക്കിവിടെ തൊടുപുഴ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുമെന്നറിയാൻ വിളിച്ചതാണ്. ഒരു ഗായകനാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്നോട് ചോദിച്ചു, സാറേ ട്രസ്റ്റിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ? ഞാൻ പറഞ്ഞു ഫണ്ട് അധികമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനൊരു നെഞ്ചുവേദനയായിട്ട് മെഡിക്കൽ കോളേജിൽ പോയി, ഒരു ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ പറഞ്ഞു 2 ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, 2 സ്റ്റെൻറ്റ് ഇടണം. അപ്പം 1,40,000 രൂപ കെട്ടി വയ്ക്കാൻ ഡോക്ടർ കുറിച്ച് തന്നു. ഞാൻ ചോദിച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ എൻ്റെ അറിവിൽ സൗജന്യം വേണം, അല്ലെങ്കിൽ വലിയ എന്താ പറയുന്നത് BPL ആൾക്കാരൊക്കെ ആണെങ്കിൽ മറ്റേ കാരുണ്യയിലൊക്കെ പെടുത്തി ചില ചികിത്സ സൗജന്യം വേണം, ചിലത് മിനിമം ഒരു തുക കൊടുത്താൽ നമുക്ക് ചെയ്യിക്കാമെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറേ എനിക്കറിയത്തില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു HMC ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ പാർട്ടിയുടെ പ്രതിനിധിയുണ്ട്, ഒരു പോളിയേട്ടനുണ്ട്. പോളിയേട്ടനെ വിളിച്ച് ചോദിച്ചു, പോളിയേട്ടൻ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് എന്താണ്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ HMC കൂടിയിട്ട് 2.5 വർഷമായി, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടിയിട്ട് 2 വർഷത്തിന് മുകളിലായി. എന്താണ് വിഷയമെന്ന് എനിക്കറിയത്തില്ല, ഞാനൊന്ന് ഡോക്ടറെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കാർഡിയോളജിസ്റ്റിനെ കാർഡിയാക് സർജനെ പരിചയമുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു പൊളിയേട്ടാ ഞങ്ങൾ നിസ്സഹായരാണ്, കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൻജിയോപ്ലാസ്റ്റി മെഷീൻ 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ HMCയിലുള്ള കുറേ സഹാക്കന്മാരാണ്ട് എവിടുന്നെങ്ങാണ്ട് ലീസിനെടുത്തിട്ടോ എവിടുന്നോ ഇത് കൊണ്ടേ വെച്ചേക്കും ഒരു മെഷീൻ. ഈ വരുന്ന രോഗികളുടെ കയ്യിൽ നിന്ന് ഇവർ പൈസ മേടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. രോഗി സ്റ്റെൻറ്റ് പിടിച്ചുകൊണ്ട് പോകണം, അവിടെ ചെന്ന് രോഗി പഞ്ഞി പിടിച്ചോണ്ട് രോഗി പോകണം, മരുന്നില്ല, മിക്ക മരുന്നും ഹോസ്പിറ്റലില്ല, ഇപ്പോൾ പുറത്ത് പോയി മേടിക്കണം. അത് നമ്മുടെ എല്ലാ ആശുപത്രിയിലെ സ്ഥിതി അതാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മരുന്ന് കമ്പനിക്ക് കൊടുക്കാനുള്ള പൈസ, ഈ മെഷീനുകൾ റിപ്പയർ ചെയ്യുന്ന ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ചെയ്യുന്ന കമ്പനിക്കുള്ള ഇതെല്ലാം കുടിശ്ശികയാണ്. അത് ആർക്കും കൊടുത്തിട്ടില്ല. ഇവർ മരുന്ന് കൊടുപ്പ് നിർത്തി, ഈ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിർത്തി. അപ്പോൾ ആരോഗ്യ മേഖലയുടെ ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയൊക്കെ പറയും 5 സ്റ്റാർ എന്നവിടെ കെട്ടിടം ഇടിഞ്ഞു വീണതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു കേരളത്തിലെ എല്ലാ ആശുപത്രികളും 5 സ്റ്റാർ സൗകര്യമാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയി ചികിത്സിക്കാൻ വേണ്ടി, 5 സ്റ്റാർ സൗകര്യം വേണ്ടാത്തതുകൊണ്ട്. എനിവേ ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ പറഞ്ഞ ഇവിടെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ എല്ലാ ആളുകളും, നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും വ്യക്തിക്കും ഇൻഷുറൻസ് ഇല്ല. സ്വന്തം ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഒരു അസുഖം വന്നാൽ എല്ലാവരും നേരെ ഈ പറയുന്ന കോർപ്പറേറ്റുകൾ നടത്തുന്ന പ്രൈവറ്റ് ആശുപത്രിയിലേക്കാണ് പോകുന്നത്.
അവിടെ വന്ന് ബില്ല് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും വിളിയാണ്, സാറേ സഹായിക്കണം. കാരണം അവർക്ക് ബില്ലടയ്ക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ ഓരോ സന്നദ്ധ സംഘടനകളെ വിളിക്കും, ട്രസ്റ്റുകളെ വിളിക്കും, MLA മാരെ വിളിക്കും, MP മാരെ വിളിക്കും, എങ്ങനെയായാലും കുറച്ച് ബില്ല് കുറച്ച് തരണം. അങ്ങനെ പോകാൻ സൗകര്യം ഉള്ളവർക്ക് അത് ചെയ്യാം. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ എന്ത് രോഗമാണെന്ന് പോലും നിർണ്ണയിക്കാൻ പറ്റാത്ത ഇഷ്ടംപോലെ ആളുകൾ ഈ ഘട്ടത്തിലുണ്ട്. അതെ അതെ. അപ്പം നമ്മുടെ അപ്പം ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ ഒരു അഴിച്ചുപടി ആവശ്യമാണ്. ഒന്ന് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി അത് ഇതിനുള്ള മൂല കാരണം. ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ രോഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ്. പണ്ട് കാലത്ത് ഈ പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് വലിയ പണക്കാരുടെ രോഗമായിട്ട് വെച്ചിരുന്നത്. ഷുഗർ എന്നൊക്കെ പറയുന്നത് നാട്ടിലെ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ള അടുത്ത പണക്കാർ രോഗമായിരുന്നു. ഇപ്പം അത് വന്ന് ഇപ്പം ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള പണ്ട് അതിൻ്റെ കാരണം പറയുന്നത് അന്ന് പഞ്ചസാരയ്ക്ക് വിലയുള്ളതുകൊണ്ട് മധുരവാദത്തെ കാപ്പിയാണ് സാധാരണക്കാരൻ കുടിച്ചുകൊണ്ടിരുന്നത്. അവൻ രാവിലെ കപ്പയും മീനും കഴിച്ചിട്ട് പറമ്പിലിറങ്ങി തൂമ്പ എടുത്ത് മണിയും. 100 കലോറി അകത്തേക്ക് ചെന്നാൽ 1000 കലോറി ബേൺ ചെയ്ത് പോകും. കാരണം തൂമ്പപ്പണി ചെയ്തിരുന്ന ആളുകളാണ്. ഇന്ന് ഈ പറയുന്ന പോലെ ഇപ്പം എല്ലാവരുടെയും ഭക്ഷണ രീതി മാറി. ഈ ബ്രോയിലർ ചിക്കനും ഈ പറയും KFCയും എല്ലാവരും ഇതേപോലത്തെ ഭക്ഷണമാണ്. എല്ലാ ഹോട്ടലിൽ പോയി കഴിക്കുന്നു. പണ്ടൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക എന്ന് പറയുന്നത് മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോൾ എറണാകുളത്തിലൊക്കെ പോകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതൊക്കെ വലിയ കാര്യമായിരുന്നു. ഇന്നിപ്പോൾ ഈ എല്ലാവരും സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വീട്ടിലും ഇവിടെ നിന്ന് വിളിച്ചാൽ തൊടുപുഴയിൽ നിന്ന് ഈ വീട്ടിൽ ഭക്ഷണം വരും. അത് എല്ലാ വീട്ടിലും വരും. ഈ റോഡിൽ കൂടെ മുഴുവൻ ഇവരുടെ വണ്ടിയാണ് പോകുന്നത്. അത് രാത്രിയും പകലും ഒക്കെ ഒരുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്ന് എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഭക്ഷണ രീതികൾ മോശമാണ്. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്രായത്തിൽ പിള്ളേരെ എക്സസൈസിൻ്റെ എന്ത് പറയുന്നത് പ്രാധാന്യം പഠിപ്പിക്കുന്നില്ല. നമുക്ക് സ്പോർട്സിന് പ്രാധാന്യമില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഫുൾ A+, എല്ലാവർക്കും എൻജിനീയറിങ്ങും അല്ലെങ്കിൽ ഈ മെഡിസിനൊക്കെ കിട്ടിയാൽ മതി. ആരോഗ്യത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. പ്രീ പ്രൈമറി ലെവൽ തൊട്ട് പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് അവബോധം കൊടുത്ത് എക്സസൈസ് പ്രധാനമാക്കി കാലറി എന്താണെന്നും ഫുഡ് എന്താണെന്നും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ വിപത്തുകൾ എന്തൊക്കെയാണെന്നുള്ള ബോധവൽക്കരണം നടത്തിയാൽ ഒരു പരിധി വരെ, അതുപോലെ ഈ പറയുന്ന എക്സസൈസിനും സ്പോർട്സിനും പ്രാധാന്യം കൊടുത്താൽ ഒരു പരിധി വരെ നമുക്കിതിനെ മാറ്റാൻ പറ്റും. പക്ഷേ അതിന് നമ്മുടെ പ്രീ പ്രൈമറി തലങ്ങളിൽ അഴിച്ചുപണി നടത്തണം. നമ്മുടെ നിലപാടുകളെല്ലാം മാറണം. ഇന്ന് സർക്കാർ ഏറ്റവും കുറവ് മുതൽ മുടക്കുന്നത് നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിലാണ്. ഈ LKG തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള പിള്ളേർ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന പ്രായം അതാണ്. അവിടെയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഈ വിദേശത്തൊക്കെ എൻ്റെ മോന് 1ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്. അവിടെയൊക്കെ സൈക്കോളജി പഠിച്ച ആൾക്കാരൊക്കെ ഈ പിള്ളേരെ പഠിപ്പിക്കാൻ പോണേ. കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ആ കാലഘട്ടത്തെ വേണം സർക്കാർ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കാൻ. അപ്പോൾ ഹെൽത്ത് എന്താണ്, സിവിക് സെൻസ് എന്താണ്, സാമൂഹ്യ ബോധം എന്താണ്, വേസ്റ്റ് എന്താണ്, നമ്മൾ വേസ്റ്റ് റോഡിൽ ഇടാൻ പാടില്ല, വേസ്റ്റ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് വേറെ ഇടണം, മെറ്റൽ വേറെ ഇടണം, കുപ്പി വേറെ ഇടണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ നമ്മൾ അവിടെ നീന്തൽ മാൻഡേറ്ററിയാണ്. എല്ലാ പിള്ളേരും നീന്തൽ പഠിക്കണം. ഫിസിക്കൽ സ്ട്രെങ്ത്, പിന്നെ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ സൂചിയിൽ നൂല് കോർക്കുന്നതൊക്കെ ഈ കിൻഡർഗാർട്ടനിലൊക്കെ ഉള്ള പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവിടെ തയ്പ്പിക്കും, ക്രാഫ്റ്റുകൾ ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു സമഗ്രമായൊരു വികസനം വന്നു കഴിയുമ്പം നമ്മൾ ഹെൽത്തിനെക്കുറിച്ച് അവെയർ ആയിരിക്കും. ഒരു സാമൂഹ്യ ബോധത്തെക്കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് വരും, സിവിക് സെൻസ് ഉണ്ടാവും. ഇപ്പം നല്ല പൗരന്മാരാകും. അപ്പം നല്ല പൗരന്മാരെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ളവർ മാത്രമല്ല, നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം. നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നന്നായിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, നല്ല കാഴ്ചപ്പാടുകൾ വെളിവരുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകളിലും നമ്മുടെ ഇവിടെയുള്ള വ്യവസ്ഥകളും സിസ്റ്റത്തിലൊക്കെ ഒരു സമഗ്രമായ അഴിച്ചുപണികൾ മുന്നോട്ട് കൊണ്ടുവരണം. അത് ഒരു സർക്കാരിനെ കൊണ്ട് മാത്രമല്ല, നമ്മുടെ പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരു വലിയ ഒരു ദൗത്യം കൂടെ. അതൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ തുടങ്ങേണ്ട കാര്യമാണ്. അതെ. പക്ഷേ വീടുകൾ തുടങ്ങാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മുടെ ആളുകൾ എത്ര പേര് പുറം രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര പേര് നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിൽ പോയിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് TV കാണുന്നതൊക്കെ ഈ TV യിലെ ഈ ന്യൂസും
സീരിയലാണ് കാണുന്നത്. അല്ലാണ്ട് ഇപ്പം കുട്ടികളോട് മണ്ണിൽ ചവിട്ടുന്നത് അശുദ്ധിയാന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ജനസമൂഹമായി മാറി. അല്ല, ഞാൻ ഓർക്കണ്ട, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ നമ്മുടെ ഈ ഫ്രണ്ടിലും വലിയ മാവ് നിൽപ്പുണ്ടല്ലോ, വേനൽക്ക് നല്ല കാറ്റ് മഴയുള്ളപ്പം വേനൽ മഴയ്ക്ക് നല്ല ഇടിവെട്ടാണ്. ഇടിവെട്ടം മഴയാണെങ്കിൽ പിള്ളേരെല്ലാം അവൻ്റെ വീട്ടിലുണ്ട്. ഇന്ന് ഒരു ഇടിവെട്ട് സൗണ്ട് കേട്ടല്ലേ പിള്ളേർ കാല് പൊക്കി പോയി, കാരത്തിൻ്റെ മുകളിൽ പോയി. അപ്പം ഇടിവെട്ടി അവൻ ഷോക്കടിച്ച് ചത്തുപോകുന്ന ഇവിടെ പേടി. ഒരു മഴയാണെങ്കിൽ ഒരു കൊച്ചിനെ മുറ്റം, ഞാനൊക്കെ മഴ നനഞ്ഞ് ഈ പറയുന്ന വെയിലത്തും മഴയത്തും കളിച്ച് ഓടി നടന്നാണ് ഇവിടെ ചെയ്തിട്ടിരുന്നത്. ഇപ്പം ഒരു തുള്ളി വെള്ളം ഒരു കൊച്ചിൻ്റെ തല വീണ അവനപ്പം തുമ്മും. അങ്ങനെ റെസിസ്റ്റൻസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ സാറേ, നമ്മുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒന്ന് പൊളിച്ച് പണിയണ്ടേ. ഒരു 10ാം ക്ലാസ് എല്ലാത്തിനും A+ കിട്ടിയ ഒരു കുട്ടിക്ക് ഒരു കാന്താരിറ്റിന് നടാൻ അറിയത്തില്ല. ഒരു 3 കപ്പ നടാനായിട്ട് എത്ര നീളത്തിനാണ് ഒരു വെട്ടി മുറിക്കേണ്ടതെന്ന് അറിയത്തില്ല. കാച്ചില് നടാൻ അറിയത്തില്ല. ഫുൾ A+ കിട്ടിയ കൊച്ചിനോടൊന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെടുന്ന തന്നെ ഒന്ന് ബസ്സിൽ കയറി തൊഴിലെ പോയിട്ട് വരാൻ പറ, പോയില്ല. ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കുട്ടികളെ റോഡിന്റെ അരികെ കൊണ്ട് നിർത്തിയിട്ട് റോഡ് എങ്ങനെ ക്രോസ് ചെയ്ത് ആദ്യം കൊച്ചിനെ പറഞ്ഞു കൊടുക്കുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ബാല്യപാഠങ്ങൾക്കായിട്ട് സ്കൂളിലേക്ക് അയക്കുന്ന കൊച്ചിനെ ആദ്യം സ്കൂൾ അധ്യാപകർ കൂട്ടിക്കൊണ്ട് റോഡിന്റെ അപ്പുറത്തെ, അതായത് റോഡിന്റെ ഇപ്പറയുന്ന അപ്പുറം എങ്ങനെ കടന്നു പോകാന്ന് അവിടെ റോഡിന്റെ അരി നിർത്തി ക്ലാസ് എടുക്കുന്ന സാറിന്റെ വാക്കുകൾ. നമ്മളിവിടെ പിള്ളേരെ അമ്മ ആന എന്നൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അവിടെ കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റ് എങ്ങനെ മറ്റുള്ളവരെ എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള രീതിയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നല്ല കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പാശ്ചാത്യ ജീവിത രീതികളിൽ നിന്നുള്ള നെഗറ്റീവ് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തിരുന്ന. നല്ല കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അവർ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നവർ. ഇപ്പം ഞാനൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പം സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വെതറുള്ള രാജ്യമാണ്. സമ്മറാകുമ്പം എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ചൂട്. ഞങ്ങളുള്ളപ്പം ഒരു പ്രാവശ്യം 40 ഹിറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഒരു 35-36 ഡിഗ്രി വരെ വരും ചൂട്. വിൻ്ററാകുമ്പം മൈനസിലേക്ക് പോകും. സ്നോ ഉണ്ട്, ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് ആലിപ്പഴം ഹെയിൽ സ്റ്റോം ഉണ്ടാവും. അപ്പം ഈ അവിടുത്തുകാർക്ക് അവരൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആഴ്ചയിൽ വ്യാഴാഴ്ച വൈകുന്നേരം ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും, ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ മെമ്പർഷിപ്പ് കാണും. വീക്കെൻഡ് ഓടാൻ പോകും, അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോകും, അല്ലെങ്കിൽ ചിലർ വിൻ്ററാണെങ്കിൽ സ്കീയിങ്ങിന് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സ് അവർ ചെയ്യും. അപ്പോൾ ഈ സൈക്ലിങ്ങിന് പോകാൻ തീരുമാനിച്ചേക്കുന്നത് ഇപ്പോൾ ശനിയാഴ്ച രാവിലെ ഒരു 8 മണി തൊട്ട് 12 മണി വരെ ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും സ്നോ ആണെങ്കിലും കാറ്റാണെങ്കിലും എന്താണെങ്കിലും ഇവൻ അതിന് പോയിരിക്കും. ഇവിടെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പറയും, ഇന്ന് മഴയാണ്, എന്നാൽ പിന്നെ വീട്ടിൽ കയറി ഇരിക്കാം. അല്ലെങ്കിൽ ഇറങ്ങി പറയുമ്പോൾ ഇന്ന് ഭയങ്കര വെയിലാണ്, എന്നാൽ പിന്നെ വീട്ടിൽ ഇരിക്കാം. അല്ലെങ്കിൽ ഇന്ന് മഞ്ഞ, ഇന്ന് സ്നോയാണ്, അതുകൊണ്ട് പുറത്ത് പോകണ്ട. അവർക്കൊരു അച്ചടക്കമുണ്ട് ഈ കാര്യത്തിൽ. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവർക്കൊരു വലിയ അച്ചടക്കമുണ്ട്, ഒരു ഡിസിപ്ലിനുണ്ട് അവർക്ക്.